പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. സ്നേഹമുള്ളവരെ, സാഹചര്യം ഇതാണ്. യേശുവിൻ്റെ ഭക്തിജീവിതത്തിൻ്റെ ആരംഭമാണ്. കഫർനാവിലെ പത്രോസിന് വീട്ടിൽ വരുന്നു. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ യേശു അവളെ സുഖപ്പെടുത്തുകയാണ്. പനി അവളെ വിട്ടുമാറി. അവൾ എന്താണ് ചെയ്യുക? അവൻ എണീറ്റ് ശുശ്രൂഷിച്ചു. അപ്പോൾ ഇവിടെ മാധ്യസ്ഥമുണ്ട്. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ മാധ്യസ്ഥം വഹിക്കുന്നു. യേശു മാധ്യസ്ഥം സ്വീകരിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നു. ഇന്നും പ്രസക്തമാണ്. രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ രോഗശാന്തി കിട്ടിയാൽ, ദൈവത്തിന് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ കർത്താവ് നന്ദി പറയണം. അത് ശുശ്രൂഷയുടെ പ്രകടമാക്കുകയും ചെയ്യണം. അമ്മായിയമ്മ സുഖപ്പാലിച്ചപ്പോൾ ഉടനെ അവൾ അടുക്കളയിലേക്ക് പോകുന്നു, ശുശ്രൂഷിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നത് ശുശ്രൂഷയിലൂടെ ആയിരിക്കട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ, അവസരങ്ങൾ മറ്റുള്ളവർക്ക് അതും ആവശ്യം അനുഭവിക്കുന്നവർക്ക് സേവനം ചെയ്യാനുള്ള ആ ഒരു രീതിയിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. പത്രോസിൻ്റെ അമ്മായിയമ്മ വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയാണ്. നമുക്ക് മനസ്സിലാക്കാം, അംഗീകരിക്കാം, അനുകരിക്കാൻ ശ്രമിക്കാം. നിൻ വഴിയേ നടക്ക